എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം, ചീഫ് കൺസൾട്ടന്റ്, മാനേജിംഗ് ഡയറക്ടർ, ഡേം കെയർ കോസ്മെറ്റിക് ക്ലിനിക്. ചൂട് കാലമാണ്. മുടി കൊഴിച്ചിൽ, താരൻ, ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സർവ്വസാധാരണമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ചൂട് കാലത്ത് നമ്മുടെ മുടിക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കണം, എന്തൊക്കെയാണ് മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ചൂട് കാലം ആകുമ്പോൾ നമുക്ക് അമിതമായ നമ്മുടെ UVB റേഡിയേഷൻ നമ്മുടെ മുടിയിലേക്ക് പതിക്കുമ്പോൾ നമ്മളുടെ മുടി ഇഴകൾക്ക് അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുന്ന നമ്മുടെ ക്യൂട്ടിക്കിൾസ് അത് ഭയങ്കരമായിട്ട് ദുർബലമാവുകയും മുടി പൊട്ടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അത് മാത്രമല്ല, ഈ അന്തരീക്ഷത്തിലുള്ള പൊടിവെള്ളങ്ങളൊക്കെ അടിക്കുമ്പോൾ അമിതമായി നമ്മൾ വിയർക്കുമ്പോഴും ഒക്കെ ഒരുപാട് നമ്മുടെ സ്കാൽപ്പ് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് താരൻ പിടിക്കുകയും ഒക്കെ ചെയ്യും. പലതരത്തിലുള്ള ഒരു പ്രോപ്പർ ഹൈജീനിൽ പോയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കൊഴിയാനും ഈ തരത്തിലുള്ള സ്കാൽപ്പ് ഇഷ്യൂസ് ഒക്കെ വന്ന് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ചൂട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുടിയുടെ കാര്യത്തില്. ഒന്ന്, നല്ല വെയിലത്ത് അല്ലെങ്കിൽ അമിതമായിട്ട് ആ ഒരു നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു 9 മണിക്കൊക്കെ ശേഷം ആ ഒരു പീക്ക് ടൈമിൽ നിങ്ങൾ ഒരിക്കലും തലയിലൊരു കവറിങ് ഇല്ലാണ്ടോ ഒന്നും ഡയറക്റ്റായിട്ട് വെയിലത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മുടിയുടെ കെയർ. നിങ്ങൾ എന്ത് രീതിയിലാണ് മുടി കെയർ ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം മുടിക്ക് ഇപ്പം പലർക്കും ഒരു കൺഫ്യൂഷനാണ്, ഡെയിലി എണ്ണ ഇടാമോ അതോ എണ്ണ ഇടാണ്ടിരിക്കുന്നതാണോ മുടിക്ക് നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഡെയിലി എണ്ണ ഇടണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ചെറുതായിട്ടൊരു ഓയിൽ മസാജ് നിങ്ങളുടെ സ്കാൽപ്പിന് കൊടുക്കുക, മുടിക്കല്ല. ശരിക്കും നമ്മുടെ ഈ സ്കാൽപ്പ് ഏരിയയിൽ വേണം മൈൽഡായിട്ട് മസാജ് കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം നിങ്ങൾ വളരെ നേർത്ത അല്ലെങ്കിൽ പാരാബൻ ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ഈ സമയത്ത് തടയാൻ പറ്റും. അപ്പൊ സാധാരണ നിങ്ങൾക്ക് റെഗുലർ ബേസിസിൽ ഇപ്പൊ ഹെഡ് വാഷ് ചെയ്തേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദിവസവും എണ്ണ തേക്കാണ്ട് മുടി തല വാഷ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമ്മളുടെ ശിരോചർമ്മത്തിൽ തന്നെയുള്ള ഒരു സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വീക്ക്ലി ട്വൈസ് നിങ്ങൾ ഓയിൽ മസാജ് നമ്മുടെ സ്കാൽപ്പിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മുടിയുടെ ഒരു വളർച്ചയ്ക്കും ആ ഒരു നറിഷ്മെന്റിനും അത് സഹായിക്കും. അതുപോലെ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. ഈ സമയത്ത് വെള്ള അംശം കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പൊ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും ഒക്കെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 11 മണിക്ക് ശേഷം ഉണർന്നിരിക്കാതിരിക്കാൻ നോക്കുക. രാത്രിയിൽ മാക്സിമം ആ ഒരു പീക്ക് ടൈം 7 to 8 hours ഉറക്കം മസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഫുഡിൽ ശ്രദ്ധിക്കണം. ഒരുപാട് സോൾട്ടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എരിയുള്ള ആഹാര പദാർത്ഥങ്ങൾ, കൂടുതൽ ജങ്ക് ഫുഡ്സ് ഒന്നും ഈ സമയത്ത് എടുക്കാതിരിക്കാൻ നോക്കുക. ഹെയർ കെയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ധാരാളമുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്ന ഡെയിലി കെയർ ആയിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ ഹെയർ ഗ്രോ ലിക്വിഡ്സ് വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഹെയർ ഗ്രോ ലിക്വിഡ് ആണ്. മുന്നൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെയിലി സ്കാൽപ്പിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ അരമണിക്കൂർ ശേഷം നോർമലി വാഷ് ചെയ്താൽ തന്നെ മതി. കാരണം ഇതിൽ ധാരാളം ഹെയർ ഗ്രോയിങ് അല്ലെങ്കിൽ ഹെയർ കെയർ കണ്ടന്റ്സ് ഉണ്ട്. ഇതിൽ കയ്യോന്നി ആണെങ്കിലും റോസ്മേരി, ടീ ട്രീ എല്ലാം ഇതിലുണ്ട്. അപ്പം സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് തടക്കാനായിട്ട് ഈ ഹെയർ ഗ്രോ ലിക്വിഡ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ഓയിലിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണ് നമ്മുടെ സിദ്ധി ഹെയർ ഓയിൽ. അപ്പൊ ഇത് ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഓയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ മുടി നല്ല രീതിയിൽ വളർത്താനും സഹായിക്കും. അപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അതേപോലെ തന്നെ അമിതമായി ടെൻഷനൊക്കെ അടിക്കുന്നവരാണെങ്കിലും കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പം ഈ പ്രോഡക്റ്റ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാം.